നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ദേവഗൗഡ. കർഷക കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യ ഭരിച്ച ദേവഗൗഡയുടെ കുടുംബം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത്. കർണാടകയിലെ ഹസനിൽ നിന്ന് രാജ്യത്തേക്ക് വമിക്കുന്നത് സമാനതകളില്ലാത്ത ചീഞ്ഞളിഞ്ഞ ഗന്ധം. 33-കാരനായ പ്രജ്വൽ രേവണ്ണ എന്ന ദേവഗൗഡയുടെ ചെറുമകൻ കാട്ടിക്കൂട്ടിയത് സമാനതകളില്ലാത്ത ക്രൂരത. കർണാടകയിൽ ഇപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുന്ന 14 പാർലമെന്റ് മണ്ഡലങ്ങളിലും അലയടിക്കുന്നത് ഒരൊറ്റ വികാരം: ജനതാദൾ കുടുംബത്തിനെതിരെയുള്ള ആ സംസ്ഥാനത്തുയർന്ന ജനരോഷം. അതിൻ്റെ കെടുതി അനുഭവിക്കുന്നത് BJP. കർണാടകയിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തും BJPക്ക് ഇപ്പോൾ കൃത്യമായ വിശദീകരണങ്ങൾ നൽകേണ്ടി വരുന്നു പ്രജ്വൽ രേവണ്ണ വിഷയത്തിൽ. പ്രജ്വൽ എന്ന 33-കാരൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ പീഡിപ്പിച്ചത് ഏകദേശം 300ഓളം സ്ത്രീകളെ, ഒപ്പം 3000-ലധികം അശ്ലീല ലൈംഗിക വീഡിയോകൾ. പ്രജ്വൽ രേവണ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കാത്തത് BJPക്ക് വലിയ ക്ഷീണമായി. അതിലപ്പുറം ഹാസൻ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണത്തിനെത്തിയത് ഇപ്പോൾ വിശദീകരിക്കാൻ കഴിയാതെ BJP കുരുങ്ങുന്ന കാഴ്ച. എന്നാൽ BJPക്കുമുണ്ട് ചില മറുപടികൾ. ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഹാസനിലെ BJP നേതാവ് ദേവരാജ ഗൗഡയാണ് എന്ന വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. പ്രജ്വൽ രേവണ്ണ എന്ന ക്രിമിനലിന്റെ മുഖം മൂടി വലിച്ചെറിഞ്ഞത് BJP തന്നെയാണോ എന്ന സംശയം ജനതാദളിനുള്ളിൽ പുകയുന്നു. BJP കേന്ദ്ര നേതൃത്വത്തെ കടന്നാക്രമിക്കാൻ ഈ വിഷയം സമർത്ഥമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. എന്താണ് പ്രജ്വൽ രേവണ്ണ വിഷയത്തിൽ സംഭവിച്ചത്? ഇത്ര വലിയ ക്രൂരത എങ്ങനെ ദേവഗൗഡയുടെ ചെറുമകന് ചെയ്യാൻ കഴിഞ്ഞു? ഹാസനിലെ പെൻഡ്രൈവുകൾ തുറന്നുവിട്ട ഭൂതം ഇപ്പോൾ കുടം പൊട്ടിച്ച് പുറത്തേക്ക് വമിക്കുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല ദേവഗൗഡ കുടുംബത്തിന്. BJPക്ക് പോലും അതിൽ നിന്നേറ്റ പ്രഹരം താങ്ങാൻ കഴിയുന്നതിനപ്പുറം. ജനതാദൾ ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമാണ് HD ദേവഗൗഡ. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും പാർട്ടിയുടെ ഏക MP-യുമാണ് പ്രജ്വൽ രേവണ്ണ. പ്രജ്വൽ രേവണ്ണയുടേതായി പുറത്തു വന്നത് ഏകദേശം 3000-ലധികം അശ്ലീല വീഡിയോകൾ. ഒരു വർഷത്തിന് മുൻപ് പ്രജ്വൽ രേവണ്ണ ഒരു പരാതി നൽകിയിരുന്നു. തൻ്റെ മോർഫ് ചെയ്ത അശ്ലീല വീഡിയോകൾ ചിലർ പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം നൽകിയ പരാതി. എന്നാൽ പിന്നീട് പല സത്യങ്ങളും പുറത്തേക്ക് വന്നു. അശ്ലീല വീഡിയോകൾ പുറത്തേക്ക് വന്നതിന് തൊട്ടുപിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കർണാടക സർക്കാർ. അതിനുശേഷം നമ്മൾ കേൾക്കുന്നത് പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ട വാർത്തയാണ്. ജർമ്മനിയിൽ അഭയം തേടിയ പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ഏത് രാജ്യത്താണ് എന്ന സംശയം പോലും ബാക്കി നിൽക്കുന്നു. നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചാണ് പ്രജ്വൽ കടന്നു കളഞ്ഞത്. അശ്ലീല വീഡിയോയിൽ ഉൾപ്പെട്ട വീട്ടമ്മയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രജ്വലിൻ്റെ പിതാവും MLA-യുമായ HD രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഈ മാസം 8-ാം തീയതി വരെ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് മകനോട് ഹാജരായി കീഴടങ്ങാൻ രേവണ്ണ ആവശ്യപ്പെടുന്ന കാഴ്ച. വീട്ടുജോലിക്കാരി നൽകിയ ലൈംഗിക പീഡന കേസിലെ 1-ാം പ്രതിയും രേവണ്ണ തന്നെ. HD രേവണ്ണയും അദ്ദേഹത്തിൻ്റെ മകൻ പ്രജ്വൽ രേവണ്ണയും മാറി മാറി തന്നെ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നും വീട്ടുജോലിക്കാരി പരാതി നൽകിയിരിക്കുന്നു. അച്ഛനും മകനും ഒരേ വീട്ടുജോലിക്കാരിയുടെ അടുക്കൽ. ചിന്തിക്കുന്നതിനപ്പുറം. ഹാസൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ 14 സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൻ്റെ 2 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ അശ്ലീല വീഡിയോകൾ ആ മണ്ഡലത്തിൽ പരക്കെ വിതറിയത്. പിന്നീട് കൊടുങ്കാറ്റ് പോലെ കർണാടകയുടെ പല ഭാഗങ്ങളിലേക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ പടർന്നു കയറി. പ്രജ്വലിൻ്റെ വീഡിയോകൾ ഉൾപ്പെടുന്ന പെൻഡ്രൈവുകൾ മണ്ഡലത്തിലെ പാർക്കുകൾ, ബസ് സ്റ്റോപ്പുകൾ, സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ അജ്ഞാതർ വിതറുകയായിരുന്നു. ഈ പെൻഡ്രൈവുകൾ കയ്യിൽ കിട്ടിയവർ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. 300ഓളം സ്ത്രീകൾ, 3000-ലധികം അശ്ലീല വീഡിയോകൾ. എല്ലാത്തിലും ഒരൊറ്റ നായകൻ: പ്രജ്വൽ രേവണ്ണ. ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് ആ വീഡിയോയിലുള്ളത് എന്ന് കണ്ടവർ പറഞ്ഞു. 200ഓളം സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തിയത് പ്രജ്വൽ രേവണ്ണ തന്നെ. തൻ്റെ ഓഫീസ് മുറിയിലും വീട്ടിലുമൊക്കെയായി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി പിന്നീട് ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു. ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട മുൻ വീട്ടുജോലിക്കാരി പ്രജ്വലിനും പിതാവ് HD രേവണ്ണയ്ക്കുമെതിരെ പരാതി നൽകിയതോടെ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു. കേസ് അന്വേഷിക്കാൻ സിദ്ധരാമയ്യ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയ പ്രജ്വൽ രാജ്യം വിട്ടു.
വോട്ടെടുപ്പ് നടന്ന 26-ാം തീയതി അർദ്ധരാത്രിയിൽ പ്രജ്വൽ രാജ്യം വിട്ടതോടെ പ്രജ്വലിനെ കണ്ടെത്താനായി പിന്നീട് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. പ്രജ്വൽ നിരന്തരം പീഡിപ്പിച്ചു എന്ന് ദൾ വനിതാ നേതാവും അന്വേഷണ സംഘത്തിന് പരാതി നൽകുന്നു. തൊട്ടടുത്ത ദിവസം ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി തോക്കിൻ മുനയിൽ നിർത്തിയായിരുന്നു പീഡനമെന്ന് ആ സ്ത്രീ വെളിപ്പെടുത്തി. 2 തവണ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടും പ്രജ്വൽ ജർമ്മനിയിൽ നിന്ന് മടങ്ങിയില്ല. ഈ സാഹചര്യത്തിൽ അറസ്റ്റിനായി രാജ്യാന്തര കുറ്റാന്വേഷണ ഏജൻസിയായ ഇന്റർപോളിന്റെ സഹായം തേടാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കർണാടക അന്വേഷണ സംഘം. വിവാദങ്ങൾക്ക് തൊട്ടുപിന്നാലെ പ്രജ്വലിനെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ദൾ നടത്തിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണംകെട്ട ദിനങ്ങളിലേക്ക് അങ്ങനെ ജനതാദൾ മുഖം കുത്തി വീണു. വികസന ആവശ്യങ്ങൾക്കായി പ്രജ്വലിനെ സമീപിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ നിരവധി തവണ പ്രജ്വൽ പീഡിപ്പിച്ചു എന്ന് അവർ തന്നെ വെളിപ്പെടുത്തി. നിരവധി സ്ത്രീകളാണ് പ്രജ്വലിനെതിരെ ആരോപണവുമായി കളത്തിലിറങ്ങിയത്. പ്രജ്വലിന്റെ ലൈംഗികാതിക്രമ ഇരകളിൽ പാർട്ടിയിൽപ്പെട്ട വനിതാ നേതാക്കളും അനുഭാവികളുമൊക്കെ ഉൾപ്പെടുന്നു. തുടർന്ന് ജനതാദളിൽ ആഭ്യന്തര കലഹം തുടങ്ങി. പ്രജ്വലിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് പിതൃ സഹോദരൻ മുൻ കർണാടക മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായ HD കുമാരസ്വാമി രംഗത്തിറങ്ങി. പ്രജ്വലിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് ഒരൊറ്റ കുമാരസ്വാമിയും രക്ഷപ്പെടില്ല എന്നിടത്തായി കാര്യങ്ങൾ. ദേവഗൌഡ കുടുംബത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് കുമാരസ്വാമി തൊഴുകൈകളോടെ സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞു. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന കുമാരസ്വാമിയുടെ വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു കർണാടകയിലെ ജനങ്ങൾ. 2023-ൽ BJPയോട് നേരിട്ടേറ്റുമുട്ടിയ ജനതാദൾ നിൽക്കക്കള്ളിയില്ലാതെ വന്നതോടെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് BJPയുമായി കൈകോർത്തത്. അതാവട്ടെ BJPക്ക് കർണാടകയിൽ ഇപ്പോൾ മരണക്കെണിയായി മാറി. ദളിനെ NDAയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഒരുപറ്റം BJP നേതാക്കൾ ഇപ്പോൾ പരസ്യമായി കളത്തിലിറങ്ങി. BJPക്ക് ദളിനെയും പ്രജ്വൽ രേവണ്ണയെയും ഒന്നും ചുമക്കേണ്ട ആവശ്യമില്ല എന്നതാണ് നേതാക്കൾ പരസ്യമായി പറയുന്നത്. ഗത്യന്തരമില്ലാതെയാണ് പ്രജ്വൽ രേവണ്ണയെ ജനതാദൾ സെക്കുലർ പാർട്ടിയിൽ നിന്ന് ഒടുവിൽ സസ്പെൻഡ് ചെയ്തത്. പ്രജ്വൽ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന വീഡിയോകൾക്ക് ഒരു മറുപടി പോലും നൽകാൻ കഴിയാതെ ദൾ മുഖം രക്ഷിക്കാനായി ചെയ്ത വെറും നാടകം. കർണാടകയിലെ ഹാസനിൽ നിന്നുള്ള JDS MP-യാണ് പ്രജ്വൽ രേവണ്ണ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ തന്നെ പ്രജ്വൽ രേവണ്ണ മത്സരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ ചെറുമകൻ എന്ന ലേബൽ തന്നെയാണ് ഹാസനിൽ വിജയിച്ചു കയറാൻ പ്രജ്വലിനെ സഹായിച്ചതും. HD രേവണ്ണയുടെ 2 മക്കളിൽ മൂത്തയാൾ, മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ സഹോദരപുത്രൻ. ഇത്ര വലിയ കുടുംബത്തിൽ പിറന്ന് കൊടും ക്രിമിനലായി മാറിയ പ്രജ്വൽ രേവണ്ണയുടെ കഥകളാണ് ഇപ്പോൾ ഇന്ത്യ മുഖ്യമായും ചർച്ച ചെയ്യുന്നത്. 2014-ൽ ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം പ്രജ്വൽ രാഷ്ട്രീയത്തിൽ സജീവമായി. 2019 മെയ്യിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2019 നവംബറിൽ ജനതാദൾ സെക്കുലർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിതനായി. ചെറുപ്രായത്തിൽ ഇത്ര വലിയൊരു അംഗീകാരം ലഭിച്ചതു തന്നെയാണ് പ്രജ്വൽ രേവണ്ണയെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത്. ഇപ്പോൾ വെറും 33 വയസ്സ് മാത്രം പ്രായമുള്ള പ്രജ്വൽ ഇതിനകം ഇത്രയധികം വനിതകളെ എങ്ങനെ പീഡിപ്പിച്ചു എന്നോർത്ത് അതിശയം കൂറുകയാണ് ഇന്ത്യ. കർണാടക പോലീസ് പിടിച്ചെടുത്ത ഒരു പെൻഡ്രൈവിൽ മാത്രം 2976 വീഡിയോകൾ. ബംഗളൂരിലെയും ഹസനിലെയും ഒക്കെ വീടുകളിലും സ്റ്റോർ റൂമുകളിലുമൊക്കെയാണ് കൂടുതൽ വീഡിയോകളും റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. MLA HD രേവണ്ണയുടെ ഹസനിലെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ് ആദ്യം പരാതിയുമായി കളത്തിലിറങ്ങിയത്. 2019-നും 2022-നും ഇടയിൽ പ്രജ്വലും HD രേവണ്ണയും നിരവധി തവണ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് അവർ പരാതി നൽകി. 2019-ലാണ് അവിടെ ജോലിക്കെത്തിയത്. 4 മാസത്തിനു ശേഷം HD രേവണ്ണയുടെ ഭാര്യ വീട്ടിലില്ലാത്ത സമയങ്ങളിലെല്ലാം താൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ പല ആവശ്യങ്ങൾ പറഞ്ഞ് സ്റ്റോർ റൂമിലേക്ക് വിളിച്ചു വരുത്തും. അവിടെ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കും. ഭീഷണി കാരണമാണ് എല്ലാം സഹിച്ചു പോന്നത് എന്നും വീട്ടുജോലിക്കാരി തന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. ലൈംഗിക പീഡനക്കേസിൽ മകൻ കുടുങ്ങിയതോടെ HD രേവണ്ണ ആകെ വിഷണ്ണനായി. രേവണ്ണയ്ക്കെതിരെയും നിരവധി പരാതികൾ ഉയർന്നു വന്ന സന്ദർഭം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ രേവണ്ണ പറയുന്നു അടിയന്തരമായി മകൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന്. പ്രജ്വൽ ബംഗളൂരുവിലെത്തി കേസന്വേഷിക്കുന്ന കർണാടക പോലീസ് സംഘത്തിന് മുന്നിൽ കീഴടങ്ങുമെന്ന സൂചനകളാണ് ഒടുവിൽ പുറത്തുവരുന്നത്.
എന്നാൽ ഗോവയിലേക്കോ ബംഗളൂരുവിലേക്കോ പ്രജ്വൽ രക്ഷപ്പെടാതിരിക്കുന്നതിന് SITയുടെ ഒരു സംഘം ഇപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. പ്രജ്വൽ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ റെഡ് കോർണർ നോട്ടീസ് അടക്കമുള്ളവ ഉപയോഗപ്പെടുത്തി പ്രജ്വലിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് അന്വേഷണ സംഘത്തിന്റെ തീവ്ര ശ്രമം. പ്രജ്വലിനെ കണ്ടെത്താൻ മറ്റു രാജ്യങ്ങളുടെ സഹായം തേടി കർണാടക സർക്കാർ CBI സമീപിക്കുകയും ചെയ്തു. വടക്കൻ കർണാടകയിലെ 14 മണ്ഡലങ്ങളിലാണ് ഈ മാസം 7-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രജ്വൽ രേവണ്ണയെയും കുടുംബത്തെയും തള്ളാനോ കൊള്ളാനോ കഴിയാതെ ആകെ വിഷമവൃത്തത്തിലാണ് ഇപ്പോൾ BJP നേതൃത്വം. മെയ് 7-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്ന 14 മണ്ഡലങ്ങളിൽ ഒന്നിലും ദളിന് സ്ഥാനാർത്ഥികളില്ല എന്നത് മാത്രമാണ് BJPക്ക് ആശ്വാസം പകരുന്നത്. എന്നാൽ സ്ത്രീ വോട്ടുകൾ പൂർണ്ണമായി എതിരാകാനുള്ള സാധ്യതകൾ BJP നേതൃത്വം തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. പ്രചരണ വേദികളിൽ യാതൊരു വിധത്തിലും ജനതാദൾ പ്രതിനിധികളെപ്പോലും ഇപ്പോൾ BJP ഉൾപ്പെടുത്തുന്നില്ല. ഹുബള്ളിയിൽ പ്രണയം നിരസിച്ച കോളേജ് വിദ്യാർത്ഥിനിയെ ജൂനിയർ വിദ്യാർത്ഥി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഉപയോഗിച്ച് സ്ത്രീ സുരക്ഷ ചൂണ്ടിക്കാട്ടി സിദ്ധരാമയ്യ സർക്കാരിനെതിരെ രൂക്ഷമായ പ്രക്ഷോഭത്തിനാണ് BJP മറുവശത്ത് ശ്രമിക്കുന്നത്. പ്രജ്വൽ രേവണ്ണ 200-ലധികം സ്ത്രീകളെ പീഡിപ്പിച്ചുവെന്ന ആരോപണമുയർന്നിട്ടും ഇതുവരെ 2 സ്ത്രീകൾ മാത്രമാണ് പരാതിയുമായി മുന്നിട്ടിറങ്ങിയത് എന്ന് BJP ആശ്വസിക്കുന്നു. ഇക്കാര്യവും പ്രചരണങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം. ഹാസൻ മണ്ഡലം JDS MP പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക പീഡന ദൃശ്യങ്ങൾ പുറത്തുവന്നതിൽ പങ്കില്ല എന്ന് BJP നേതാവ് ദേവരാജ് ഗൌഡ പറയുന്നു. അഭിഭാഷകൻ എന്ന നിലയിൽ പ്രജ്വലിന്റെ ഡ്രൈവർ കാർത്തികിൽ നിന്ന് ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവ് കൈപ്പറ്റിയിട്ടുണ്ട് താൻ, എന്നാൽ മറ്റാർക്കും നൽകിയിട്ടില്ല എന്ന് ദേവരാജ് വ്യക്തമാക്കുന്നു. 2 ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ സത്യങ്ങളും പുറത്തുവരുമെന്നാണ് ദേവരാജ് പറയുന്നത്. ഹാസനിലെ ക്രിമിനൽ കുടുംബമാണ് രേവണ്ണയുടേത്. എന്തിനും മടിക്കില്ല. 6 മാസം മുൻപ് വാർത്താ സമ്മേളനം നടത്തി ദൃശ്യങ്ങളെപ്പറ്റി ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം BJP നേതാക്കളെയും അറിയിച്ചിരുന്നു. എത്ര സമ്മർദ്ദമുണ്ടായാലും സത്യത്തിനും നീതിക്കും വേണ്ടി എത്താൻ നിലകൊള്ളുമെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. പീഡന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ കടുത്ത വെല്ലുവിളി താൻ നേരിടുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ലൈംഗിക ദൃശ്യങ്ങൾ പ്രജ്വലിന്റെ മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് പകർത്തിയ മുൻ ഡ്രൈവർ കാർത്തികിന്റെ അഭിഭാഷകനാണ് ദേവരാജ് ഗൌഡ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ HD രേവണ്ണയ്ക്കെതിരെ BJP സ്ഥാനാർത്ഥിയായി നിർത്തിയത് ഇതേ ദേവരാജ് ഗൌഡയെ. ഒരു ലൈംഗിക അപവാദം BJPയെയും രാജ്യത്ത് പിടികൂടിയിരിക്കുന്ന അവസ്ഥ. അതിലപ്പുറം HD ദേവഗൌഡയുടെ ക്രിമിനലായ ഈ ചെറുമകനെ ഇനിയെങ്കിലും വലിച്ചെറിയേണ്ടി വരും NDA സഖ്യത്തിന്. ഇതിനിടയിൽ കേരളത്തിലെ ജനതാദൾ ദേവഗൌഡയുമായുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തു. പ്രത്യേക പാർട്ടിയായി ഇനി നിലകൊള്ളുമെന്നാണ് കേരള ഘടകം പറയുന്നത്. രാജ്യം മുഴുവൻ ദേവഗൌഡ കുടുംബത്തെ കൈവിട്ടു എന്നർത്ഥം. എന്തായാലും ഇതുപോലൊരു ക്രിമിനൽ സംഘമായിരുന്നു ദേവഗൌഡയുടെ കുടുംബം. ഇന്ത്യയുടെ പല രാഷ്ട്രീയ കക്ഷികളെയും നയിക്കുന്ന നേതാക്കളുടെ കുടുംബചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിലേറെ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തുവരും. തോക്ക് ചൂണ്ടിയുള്ള ബലാത്സംഗവും സ്ത്രീപീഡനവുമൊക്കെ ഹോബിയാക്കിയ ഒരു MP, അതും 33 വയസ്സുകാരനായ പ്രജ്വൽ രേവണ്ണ. ഇവനൊക്കെ കൂടുതൽ കാലം ഇങ്ങനെ വിലസിയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു രാജ്യത്തിൻ്റെ അവസ്ഥ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.